ഹലോ കൂട്ടുകാരെ, സുഖം തന്നെ. ഞാനൊരു കൂമ്പ് തോരൻ വെക്കുന്ന കാര്യം പറയാൻ പോവാം. എനിക്ക് എൻ്റെ കൊച്ചുമൻ കൊണ്ടുവന്ന ഈ കൂമ്പ് കേട്ടോ, കണ്ട കൂമ്പ്. ഇതെങ്ങനെ തോരൻ വെക്കുന്നതെന്ന് ഞാൻ പറയാം. ഞാൻ എങ്ങനെ തോരൻ വെക്കുന്നതെന്ന്. ഞാനിത് ഈ കൂമ്പിൻ്റെ 2-3 പോള ഇളക്കി കളയും. ഇളക്കി കളഞ്ഞിട്ട് ഒന്ന് കഴുകും. ഞാൻ കഴുകി വെള്ളം തോന്ന് കഴിയുമ്പോൾ ഇത് കൊത്തിപ്പൊടിക്കും, നല്ലപോലെ കൊത്തിപ്പൊടിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ നൂലുണ്ടല്ലോ, നൂല് ഒത്തിരി ഉണ്ട്. ഇതിൻ്റെ നൂല് കളയുന്നത് എങ്ങനെയാണെന്നറിയാമോ? കയ്യിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 2 കയ്യിലും ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കും. കയ്യിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഈ അരിഞ്ഞ കൂമ്പെടുത്ത് ഇങ്ങനെ തേച്ച് ഇങ്ങനെ കുടഞ്ഞ് നൂല് നമുക്ക് പ്രത്യേകം കൈ വരും, ഉണ്ട പോലെ പ്രത്യേകം കൈ വരും. അത് കളഞ്ഞിട്ട് ആ നൂലെടുത്ത് കളഞ്ഞിട്ട് ഇത് ഇച്ചിരി വെള്ളത്തിലിടണം. വെള്ളത്തിലിട്ട് കഴുകി വാരി നല്ലപോലെ വെള്ളമില്ലാതെ പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞെടുത്തിട്ട് ഇതിൻ്റെ കൂടെ ഒന്നെങ്കിൽ ചെറുപയർ ചേർക്കുക, അല്ലെ പരിപ്പ് ചേർത്ത് നമ്മൾ വെളുത്തുള്ളിയും തേങ്ങായും പിന്നെ ജീരകവും ഇച്ചിരി മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടെ തേങ്ങാപ്പീരയ്ക്കകത്ത് ചതച്ച്, ഒത്തിരി അങ്ങ് ചതയരുതും, ചതച്ച് കടുക് വറുത്ത് ഇതിനകത്ത് ചിക്കി എടുക്കുക. പിന്നെ കറിവേപ്പിലയൊക്കെ ഇട്ട് നല്ലതുപോലെ ചിക്കിയെടുക്കുക. നല്ല സൂപ്പർ തോരനാക്കി എടുക്കുക. നല്ലതാണ് ഇത് കഴിക്കാൻ. അസുഖത്തിനായാലും കാൽസ്യത്തിനായാലും എന്തിനും ഏത് കാര്യത്തിനും. കൂമ്പ് എല്ലാവരും കളയത്തില്ല, ആര് കണ്ടാലും കൂമ്പ് തോരൻ വെക്കും, കളയേണ്ട കാര്യങ്ങളില്ല. നല്ലതല്ലേ ഇത്? ഏത്തക്കൂമ്പ കേട്ടോ, അതാ ഇത്രയും വലിപ്പം. ഇതിനെയും വലിപ്പമുള്ള കൂമ്പുകളുണ്ട് ഏത്തക്കൂമ്പ്. ഇത് ഇപ്പം ഏത്തക്കൂമ്പ ഏറ്റവും നല്ലത്. അങ്ങനെ ഞാൻ പലപ്പോഴും വെച്ചിട്ടുണ്ട് കൂമ്പ് തോരൻ. ഇതിപ്പോൾ എൻ്റെ കൂട്ടുകാരെയൊക്കെ കാണിക്കാനാണ് ഞാനിത് പറയുന്നതും കാണിക്കുന്നതും ഒക്കെ കേട്ടോ. എല്ലാവരും വെച്ച് കഴിക്കണം. എവിടുന്ന് ഒരു കൂമ്പ് കിട്ടിയാലും കളയരുതും. അത് ഏത് വാഴക്കൂമ്പായാലും കുഴപ്പമില്ല, എന്തോൻ്റെ ആയാലും കുഴപ്പമില്ല. അത് നല്ലതാ, വിഷമമൊന്നും അല്ല. അതൊക്കെ വെച്ച് കഴിക്കണം. എനിക്ക് കൂമ്പൊക്കെ കിട്ടിയാൽ ഞാൻ കളയത്തില്ല. ഞാൻ പലപ്പോഴും ഞാനങ്ങനെ തോരനൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് വന്നേ. പിന്നെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെ. പിന്നെ എനിക്ക് കൂട്ടുകാരെല്ലാം എനിക്ക് ലൈക്ക് തരണം, കമൻറ്റ് തരണം, ഷെയർ ചെയ്യണം, ബെൽബട്ടനെ അമർത്തണം. എല്ലാവരും ചെയ്യണം കേട്ടോ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാനൊക്കത്തുള്ളൂ. എല്ലാവരും ചെയ്യണം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കാൻ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ശരി, ടാറ്റാ.